സഫ മെഹനാസ് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. സഫ എന്തിനാണ് മെഹനാസിനെ ഇട്ടേച്ച് പോയത്? മെഹനാസ് എന്ത് ക്രൂരതയാണ് സഫയുടെ കൂടെ ചെയ്തത്? സഫ മെഹനാസിനെ കളഞ്ഞിട്ട് വേറൊരു നാറിയുടെ കൂടെയാണ് പോയേക്കുന്നത്. ഇട്ടേച്ച് പോയതല്ല, വേറൊരു നാറിയുടെ കൂടെ പോയേക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പം ഇതിനു മുമ്പ് റിഫ മെഹനാസ് ആയിരുന്നു, ഇപ്പം 2 വർഷം മുമ്പ് റിഫ മെഹനാസ് ആയിരുന്നു, ഇപ്പം സഫ മെഹനാസ്. റിഫയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആ പാവം പിടിച്ച പെൺകുട്ടിയെ പറഞ്ഞ് വശീകരിച്ച് അവൻ കല്യാണം കഴിച്ചു. ലീഗലായിട്ടാണെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ നടന്നു. അതിനകത്ത് ഒരു ചെറുക്കനുണ്ട്, ഇപ്പോൾ 4-5 വയസ്സെങ്ങാനുണ്ട് ആ ചെറുക്കന്. അപ്പം അങ്ങനെ വശീകരിച്ച് കല്യാണം കഴിച്ച് നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, നിന്നെ ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഈ കൊച്ചിനെയും കൊണ്ട് ദുബായിൽ പോയി അവിടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും അങ്ങനെ മനം നൊന്ന് ഈ കൊച്ച് ആത്മഹത്യ ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. അന്ന് ഇവനിക്കെതിരെ പോക്സോ ചാർജിൽ കേസെടുക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനിക്കെതിരെ ഇവൻ്റെ ഈ റിഫയുടെ വീട്ടുകാരും അതുപോലെ ഈ റിഫയുടെ വോയിസ് ക്ലിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇവൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് തെളിവായിട്ടുള്ള. അപ്പം ദുബായിൽ ഇവൻ്റെ ക്രൂര പീഡനത്തിന് ഇരയായിട്ട് ആ കൊച്ച് ആത്മഹത്യ ചെയ്തു. അപ്പം അന്നേ ഇവൻ ഏറിപ്പോയതായിരുന്നു, കുറേ ഏറിപ്പോയതായിരുന്നു. കാരണം ഏറിപ്പോകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ ആത്മഹത്യയെല്ലാം ലൈവായിട്ട് ഇവൻ വന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ലൈവായിട്ട് കാണിക്കുകയും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ കൊണ്ട് ലൈവ് ഇട്ട് അത് വിറ്റ് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി ആയിരുന്നു ഇവൻ്റെ ജോലി. ആ കൊച്ചിൻ്റെ നഷ്ടം വിറ്റ് പൈസ ഉണ്ടാക്കി റീച്ചാക്കി സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവൻ്റെ പരിപാടി. അപ്പോൾ ഇവനെയൊക്കെയാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ടത്, അക്ഷരം തെറ്റാതെ. കുറേ ആളുകൾ പറയുന്നുണ്ടല്ലോ ഇൻഫ്ലുവൻസർ മെഹനാസിൻ്റെ ഭാര്യ സഫ ഒളിച്ചോടിപ്പോയി. ഇവിടെ ഇൻഫ്ലുവൻസറായിട്ടുള്ള സഫ മെഹനാസിനെ വിട്ടിട്ട് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇവിടെ രണ്ടും കണക്കാണ്. ഇതിനെ ഒന്നിനെയും ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെയാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സമൂഹത്തിന് കൊടുക്കേണ്ട മെസ്സേജ് എന്താണ്? ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജാണോ ഇത്? ഒരാളെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആർക്കെങ്കിലും കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ട കാര്യമല്ല. അല്ലാതെ ഇവരെയൊക്കെ എന്തിനാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ടത്? ഇത് കണ്ടിട്ടാണോ നമ്മുടെ സമൂഹത്തിലെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ പഠിക്കേണ്ടത്? 18ഉം 20ഉം വയസ്സിൽ 15 വയസ്സിലൊക്കെ ഒളിച്ചോടിപ്പോയി ജീവിച്ച് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ച് കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരുപാട് പേര് കേരളത്തിൽ ഇങ്ങനെ ഉണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ വീട്ടുകാരുടെ വാക്കിനൊരു വിലയും കൽപ്പിക്കാതെ ഒരു മൊബൈൽ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് അവിടെ എവിടെയും പോയി ഒരു അക്കൗണ്ട് ഉണ്ടാക്കി റീൽസ് ഇട്ടിട്ട് കുറേ കണ്ണാപ്പിയാണ്, ഞാൻ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത്യാവശ്യം ലൈക്ക് കൊടുക്കാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ കുറച്ച് ആളുകളും കാണും. അപ്പോൾ അങ്ങനെയുള്ള ടീംസിൻ്റെയൊക്കെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. വീട്ടുകാരെ വെറുപ്പിച്ച് ഇൻഫ്ലുവൻസറാണെന്ന് പറഞ്ഞുകൊണ്ട് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കല്യാണം കഴിച്ച് മക്കളെ ഉണ്ടാക്കി നടക്കുന്ന ടീംസിൻ്റെയൊക്കെ എല്ലാ ഇതുപോലെ നടക്കുന്ന എല്ലാ ആളുകളുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഇവിടെ ഇതിനകത്ത് ആരെയും ന്യായീകരിക്കത്തില്ല. ഈ സഫയെന്ന് പറയുന്ന പെൺകൊച്ചിനെ ന്യായീകരിക്കത്തില്ല. ഈ ഇവനുണ്ടല്ലോ, ഈ മെഹനാസ് എന്ന് പറയുന്ന ഈ നാറി, ഇവനെ ന്യായീകരിക്കത്തില്ല. അപ്പോൾ ഈ കൊച്ചി ഇറങ്ങിപ്പോയിട്ടുള്ളതോ വേറെ ഫസ്മിന സക്കീർ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഏതോ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. ആ കൊച്ചിൻ്റെ ആദ്യത്തെ ഭർത്താവായിട്ടുള്ള ഏതോ ഒരുത്തൻ്റെ കൂടെയാണ് ഈ പെണ്ണിപ്പോൾ ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പം നോക്കണം. അപ്പോൾ എല്ലാം കണക്ക് തന്നെയാണ്. ഇതിനകത്ത് ആരെയും ന്യായീകരിക്കാൻ പറ്റത്തില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ സഫയെന്ന് പറയുന്ന പെൺകുട്ടിയും നേരത്തെ കല്യാണം കഴിച്ചായിരുന്നു. 10-20 വയസ്സിലും കണ്ട കല്യാണം കഴിച്ചത് ഡിവേഴ്സായി. ഇവരുമായിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. ഇവനെ കെട്ടുന്ന സമയത്ത് തന്നെ ആ കൊച്ച് വേറൊരു കല്യാണം കഴിച്ച് ബന്ധം ഒഴിഞ്ഞാണ്. അത് ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഇപ്പം ഇവനും റിഫയുടെ മരണത്തിന് ശേഷമാണ് ഇവനും ഈ കൊച്ചിനെ എറണാകുളത്തെങ്ങാണ്ട് പോയി ജോലിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടങ്ങാണ്ട് പോയിട്ട് അവിടുന്ന് പരിചയപ്പെട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പം എല്ലാം കണക്ക് തന്നെ. അപ്പം എത്ര കണ്ടാലും എത്ര കൊണ്ടാലും പഠിക്കാത്ത പിള്ളേരാണ് ഇന്നത്തെ കാലത്തുള്ളത്, ഇന്നത്തെ സമൂഹത്തിൽ വളർന്നു വരുന്നത്. എത്ര കണ്ടാലും പഠിക്കത്തില്ല. അപ്പോൾ എന്തായാലും ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇവൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വാലന്റൈൻസ് ഡേക്ക്. അപ്പോൾ അതിനകത്ത് ഈ സഫയെന്ന് പറയുന്ന എൻ്റെ ഭാര്യ ഇന്ന ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അപ്പോൾ ആദ്യം ഇത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ചിട്ട് ഉടായിപ്പായിരിക്കും. കാരണം ഇവർ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ഉടായിപ്പ് ഇറക്കുന്നതാണ്. എൻ്റെ ഭാര്യ വേറെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി, എൻ്റെ ഭാര്യ സെപ്പറേറ്റായി, ഞാൻ സെപ്പറേറ്റായി, നമ്മൾ വിവാഹബന്ധം വേർപെടുത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറയുന്നത്. അത് മാത്രമല്ല ഇതിനകത്ത് ഈ സ്റ്റോറിക്കകത്ത് ഇവൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വരാം, അപ്പോൾ നിങ്ങൾ അവിടെ വന്നാൽ ഞാൻ വിശദമായിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഏതെങ്കിലും ഒരു അങ്ങനെ
സ്വന്തം ഭാര്യ മറ്റൊരുത്തിനൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നാണക്കേടെങ്കിലും ഓർത്ത് മിണ്ടായിരിക്കത്തേ ഉള്ളൂ. അതും വിറ്റ് റീച്ച് ഉണ്ടാക്കാനാണ് ഇവൻ നോക്കിയത്. ഓക്കെ, ഇവനും കണക്കാണ്, എല്ലാം കണക്കാണ്. ഈ സഫയെന്ന് പറഞ്ഞ പെൺകുട്ടിയും കണക്കാണ്. കാരണം എന്താ പറയുക, ഈ റിഫയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവനെ പറ്റിയിട്ട്, ഇത്രയും പ്രശ്നങ്ങൾ അപ്പോൾ ആ കുട്ടി മരിക്കാനുള്ള കാരണക്കാരൻ ഇവനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോവാൻ, ഇവൻ്റെ ട്രെയിന് തല കൊണ്ട് വെച്ച് കൊടുക്കുമല്ലോ, അത്രയും ധൈര്യം കാണിച്ച് ഈ കൊച്ചിനെ സമ്മതിക്കണം. അപ്പം ഈ കൊച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കൊച്ചിനെ ഞാൻ ഇരിക്കാൻ പറ്റത്തില്ല. അത്രയും ധൈര്യം കാണിച്ച് ഇവൻ കാരണമാണ് ആ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ വരെ ചെയ്യാൻ സാഹചര്യം വന്നത് എന്ന് ഇവൻ്റെ ഈ റിഫയുടെ വീട്ടുകാരും തന്തയും തള്ളയും നാട്ടുകാരും എല്ലാം ആ സമയത്ത് ഖാദർ കരിപ്പൊടി ഉൾപ്പെടെ പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടി ഉൾപ്പെടെ നിരന്തരം വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു, തെളിവും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പോലും ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ കാണിച്ച ആ ഒരു മനസ്സ് സമ്മതിച്ചേ പറ്റുമോളെ. അതുകൊണ്ട് ഇതിനപ്പുറം നിനക്ക് സംഭവിക്കും. ഇതൊക്കെ വരാനിരുന്നല്ല ചക്കയുണ്ടല്ലോ തലയിൽ വന്ന് വീഡിയോ പറയുന്നില്ല, അതേപോലെയാണ്. അപ്പോൾ എന്തായാലും ഖാദർ കരിപ്പൊടി കഴിഞ്ഞ ദിവസം കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ സഫയെന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് ഖാദർ കരിപ്പൊടി സംസാരിക്കുകയും ഇവനിൽ നിന്നുണ്ടായിട്ടുള്ള ക്രൂര പീഡനങ്ങളെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. എന്തായാലും അതിനകത്ത് ഈ സഫയുടെ ഒരു വോയിസും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ വോയിസ് ഞാൻ ഇവിടെ നിന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കി. ഈ സഫ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് ഇവനിൽ നിന്നുണ്ടായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, ഇവൻ ലോക ഫ്രോഡാണെന്നാണ് ഈ പെൺകുട്ടി ഉൾപ്പെടെ പറയുന്നത്. ഇവനിക്ക് ഈ ലോകത്തില്ലാത്ത പെണ്ണുങ്ങളുമായിട്ടെല്ലാം ബന്ധമാണ്. അതുമാത്രമല്ല ഇവൻ ഡ്രഗ്സിന്, കഞ്ചാവിനും മയക്കുമരുന്നിനും എല്ലാത്തിനും അടിമയാണെന്നും പറയുന്നുണ്ട്. അതുപോലെ ഇവൻ്റെ ബന്ധങ്ങളൊക്കെ ബാംഗ്ലൂരാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ സഫയെന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇവൻ്റെ ബന്ധങ്ങളെ തപ്പി ബാംഗ്ലൂർ വരെ പോയെന്നാണ് പറയുന്നത്. ഇവനിക്ക് ലോകത്തുള്ള പെണ്ണുങ്ങളുമായിട്ടല്ല ഇവൻ മെസ്സേജ് അയപ്പും വിളിയൊക്കെയാണ് ജോലി എന്നൊക്കെയാണ് പറയുന്നത്. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കത്തില്ല മോളെ നീയൊക്കെ. അപ്പം നിനക്കൊക്കെ ഇതല്ല, ഇതിനപ്പുറം വന്നില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം. എന്തായാലും സഫയുടെ വോയിസ് ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കേ. ഖാദർ കരിപ്പൊടിക്ക് കൊടുത്ത വോയിസാണ്. അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഖാദറുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ഫോട്ടോസ് ഇവൻ്റെ കയ്യിൽ നിന്നും ഈ പെൺകൊച്ചിനെ ഏൽക്കേണ്ടി വന്ന ക്രൂരമായിട്ടുള്ള പീഡനങ്ങളുടെ ഫോട്ടോസൊക്കെ, അതുമാത്രമല്ല ഈ കൊച്ചിൻ്റെ കൈയൊക്കെ കടിച്ചു പറിച്ചതായിട്ടുള്ള ഫോട്ടോസൊക്കെ ഖാദറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കേ. ഇപ്പം നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയർ ആവുന്നു. ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്, ഇതുവരെ ഞാനൊരു ചെക്കന് മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷെ മാനുമില്ലേ എത്ര പേർക്ക് മെസ്സേജ് എന്ന് പറയും. ഞാൻ ഗർഭിണിയായിരിക്കും പറയാം, ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, മാരിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ബുക്ക് അത്ര ഒന്നുമില്ലല്ലോ. ഈ അടുത്ത് വരെ ഒരു സംഭവം മെൻ്റലി ഞാൻ അത്ര തളർന്ന് കുറേ കാര്യങ്ങൾ കേട്ടല്ലോ. ഇതാണ് സഫ ഖാദർ കരിപ്പൊടിക്ക് അയച്ചു കൊടുത്തിട്ടുള്ള വോയിസ്. ഇപ്പം ഇതിനകത്ത് മെഹനാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ മെഹനാസ് ഇപ്പോഴും ലോകത്തുള്ള പെണ്ണുങ്ങളുമായിട്ടെല്ലാം മെസ്സേജ് അയപ്പും വിളിയും കാര്യങ്ങളുണ്ട്. ഈ പെൺകുട്ടി ഇപ്പം ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ ആളുകളുമായിട്ട് നിരന്തരം വിളിയും മെസ്സേജ് അയപ്പും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ ബന്ധപ്പെടുന്ന സ്ത്രീകളെ തപ്പിയിട്ട് ഈ സഫ എന്ന് പറയുന്ന പെൺകുട്ടി ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവനിൽ നിന്നൊക്കെ ഒരുപാട് ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് സഭ പറയുന്നുണ്ട്. അപ്പം റിഫ എന്ന് പറയുന്ന പെൺകുട്ടി എന്തുമാത്രം പീഡനം അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അല്ലല്ലോ അന്നും ഇതിനു മുമ്പ് ഈ മെഹനാസ് എന്ന് പറയുന്ന ഇവനുമായിട്ട് ഈ സഫ ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നതിന് ശേഷം ആളുകളൊക്കെ ഒരുപാട് ഇവരെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഒരു കൊച്ചിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് നീയൊക്കെ സൂചിച്ച് ജീവിച്ചോ, നീയൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ റിഫ പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ അന്നും കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഈ സഫ പറഞ്ഞിട്ടുള്ളത്. സഫ അന്ന് ഈ റിഫയെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ മെഹനാസിനെ പൊക്കി പിടിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മെഹനാസിനെ അന്ന് നിങ്ങൾ ആരും കുറ്റം പറയണ്ട, മെഹനാസ് വലിയ സംഭവമാണ്, മെഹനാസ് ആനയാണ്, ചേനയാണ്, അവനിക്ക് സ്നേഹം കൊണ്ടിട്ട് കരകവിയുന്നൊരു മനസ്സുണ്ട്, ഞാനൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ പോലും അപ്പുറത്തുള്ള കടകളിൽ ഇല്ലെങ്കിൽ അതിനെ തപ്പി മൊത്തവും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ട് ആ ഐസ്ക്രീം എവിടെ ഉണ്ടോ ആ ഐസ്ക്രീം തപ്പിപ്പിടിച്ച് എനിക്ക് മേടിച്ചുകൊണ്ട് തരുന്ന അത്രമാത്രം സ്നേഹമുള്ള, അത്രമാത്രം പൊന്നുപോലെ എന്നെ നോക്കുന്ന ഒരു ഇക്കായെ പറ്റിയിട്ടാണോ നിങ്ങൾ അനാവശ്യം എന്ന് പറയുന്നത് എന്ന് വരെ ചോദിച്ചുകൊണ്ട് ലൈവിനകത്ത് വന്നിട്ടുള്ള സഫയാണ് ഇന്ന് മാറ്റി പറയുന്നത്. അതുകൊണ്ട് ഖാദർ കരിപ്പൊടി വരെ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇവരാരെയും എനിക്ക് വിശ്വാസമില്ല. ഇത് എൻ്റെ അടുത്ത് സഫ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും, മെഹനാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരാരെയും എനിക്ക് വിശ്വാസമില്ല, നാളെ ഇതൊക്കെ മാറ്റിപ്പറയും എന്ന് മാറ്റിപ്പറയുന്ന ടീമുകളാണ് ഇവരെന്ന് ഈ ഖാദർ തന്നെ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. കാരണം അത്രമാത്രം കുടിച്ച വെള്ളത്തിനകത്ത് വിശ്വസിക്കാൻ പറ്റാത്ത ടീമുകളാണ് ഇവരൊക്കെയെന്ന് ഖാദർ തന്നെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഖാദർ ഒരു ചോദ്യം കൂടെ ചോദിക്കണമായിരുന്നു ആ മെഹനാസിൻ്റെ അടുത്ത്, നീ എന്തിന് വേറൊരുത്തിൻ്റെ ഭാര്യയെ
ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ല ഫസ്മിന സാക്കിർ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഹസ്ബൻഡായിരുന്നു ഈ സഫ ഒളിച്ചോടി പോയ വ്യക്തി. അപ്പോൾ അവർ തമ്മിൽ സെപ്പറേറ്റ് കണ്ടാന്ന് തോന്നുക. അവൻ്റെ കൂടെ ഒളിച്ചോടി പോയത് എന്തിനാണെന്നൊരു ചോദ്യം കൂടെ ചോദിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ആരും അത്ര മോശക്കാരനല്ല, എല്ലാം കണക്ക് തന്നെ. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ വീട്ടുകാർ പറയുന്നത് കേൾക്കാതെ മാന്യമായിട്ട് പഠിച്ച് വല്ല ജോലിയും ചെയ്ത് വീട്ടുകാർ പറയുന്ന കാണിച്ചു തരുന്നൊരു ബന്ധത്തിൽ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഇതിപ്പോൾ ഇവർക്ക് ആര് സപ്പോർട്ടുണ്ട്? വീട്ടുകാർ സപ്പോർട്ടുണ്ടോ? നാട്ടുകാർ സപ്പോർട്ടുണ്ടോ? ഇല്ല. ആകെ എവിടെയൊക്കെയോ കിടക്കുന്ന കുറേ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ആൾക്കാർ കുറച്ച് ലൈക്കും കൊടുക്കും, കുറച്ച് കമൻറ്റും കൊടുക്കും, പിന്നെ ഒരു ഷെയറും കൊടുക്കും, കഴിഞ്ഞ്. അല്ലാതെ ഒരു സപ്പോർട്ടും ഇല്ല. ഇപ്പം തന്നെ ചിന്നുപ്പാപ്പുവിൻ്റെ അവസ്ഥ കണ്ടല്ലോ. അതും നമ്മൾ കണ്ടതാണ്. ആ കുട്ടിയുടെ ബോഡി മോർച്ചറിയിൽ വെക്കുന്ന സമയത്ത് അവിടെ ആകെ ഉള്ളത് 4, 3, 7 പേരാണ്, ബന്ധുക്കാരുൾപ്പെടെ. ആ കുട്ടിക്ക് ലൈക്ക് കൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ, ആ കുട്ടിക്ക് ഷെയർ ചെയ്യുന്ന ആളുകൾ 10,000-കണക്കിന് ആളുകളാണ്. ഏതെങ്കിലും ഒരാൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തായാലും ഞാനിവിടെ കാദർ കരിപ്പൊടിയും കൂടെ പറയുന്നത് ഞാനൊന്ന് ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം സഫ എന്നെ ബന്ധപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനാസും സഫയും ഒന്ന് തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ സഫ എൻ്റെ പേഴ്സണലിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളിൽ എനിക്ക് ചിലത് വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ന് വിചാരിച്ച് ഞാൻ സഫക്ക് 100% അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയല്ല. ഞാൻ ആരെയും വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ സഫ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സഫ എന്നോട് പറഞ്ഞ എനിക്ക് അയച്ച ഓരോ മെസ്സേജും ഉണ്ട്. പക്ഷേ ഞാൻ എല്ലാ മെസ്സേജും കാണിക്കുന്നില്ല. അതൊരു പ്രൈവസിയുടെ ഭാഗമായതുകൊണ്ട് എല്ലാ മെസ്സേജും കാണിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ ഇന്നിപ്പോൾ പുറത്തു വിടാൻ പോവാണ്. ചില കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പുറത്തു വിടാം, സമ്മതത്തോടു കൂടിയിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഫ മെഹനാസിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്. സഫ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മെഹനാസിന് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ അതന്വേഷിച്ച് ഞാൻ ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് സഫ പറയുന്നത്. ഇതേ സംഭവം ചിലപ്പോൾ റിഫയുടെ കേസിലും ഉണ്ടായിട്ടുണ്ടാകില്ലേ? റിഫയും ഇതേപോലെ മെഹനാസിൻ്റെ ഒരുപാട് ബന്ധങ്ങൾ ചിലപ്പോൾ കണ്ടു കാണില്ലേ? ആ ബന്ധങ്ങൾ കണ്ട് അവൾ തകർന്നു പോയി കാണില്ലേ? അവസാനം അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ വന്നപ്പോൾ റിഫയെ ഇവൻ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ടാകില്ല. അതാ സഫയുടെ കൈ. സഫ ചിലപ്പോൾ നാളുകളിൽ അല്ല എന്ന് പറയുമായിരിക്കാം, എനിക്കറിയില്ല. ഇവരെ ആരെയും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഇവർ അയച്ചു തന്നതിൻ്റെ എല്ലാ എവിഡൻസും ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സഫയോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന്. കാദർ തന്നെ പറയുന്നുണ്ട്, കാദർ തന്നെ വിശ്വാസമില്ല. പിന്നെ ഒരു മട്ടമൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പോവാം, കാരണം ഇവനെ പറ്റിയിട്ടായതുകൊണ്ട് ഞാൻ ഇതിനെതിരെ കുറച്ച് അന്വേഷണങ്ങൾ നടത്താമെന്നാണ് കാദർ പറയുന്നത്. കാരണം ഇവർ രണ്ടിനും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നാണ് കാദർ വരെ പറയുന്നത്. കാരണം അങ്ങനെ ആണല്ലോ. ഇപ്പം നമ്മൾ കണ്ടല്ലേ ഈ റിഫയുടെ കേസിനകത്ത് തന്നെ ഇത്രയും അറിഞ്ഞിട്ട് പോലും ഈ പെങ്കൊച്ചി എന്തിനാണ് ഇവൻ്റെ കീഴിൽ കൊണ്ട് തല വെച്ച് കൊടുത്തത്? അത് ഏറ്റവും വലിയ തെറ്റാണ്. ഇവനെ പറ്റിയിട്ട് അന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ഇവൻ കാരണമാണ് ആ പെങ്കൊച്ച് അത്രയും കടുകൈ ചെയ്തു തന്നെ എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്നിട്ടും ഈ പെങ്കൊച്ച് എന്തിനാണ് ഇവൻ്റെ കീഴിലോട്ട് തന്നെ തല വെച്ച് കൊടുത്തത്? എന്നിട്ടും ഇത്രയും പീഡനങ്ങളും ഇവൻ ഇങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം പിന്നെയും എന്തിനാണ് ഇവൻ്റെ കീഴിൽ കെട്ടിക്കിടന്നത്? ഇവൻ്റെ കീഴിൽ കെട്ടിക്കിടന്ന് അപ്പം അവിടെ നിന്ന് ഇറങ്ങിക്കൂടെ? നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൂടെ? അതാണ് വേണ്ടുന്നത്. അല്ലാതെ ഈ കൊച്ചു കാണിച്ചത് വേറൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുന്നത്. അപ്പം എല്ലാം കണക്ക് തന്നെയാണ്. ഇതിനെ ഒന്നിനും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും ജനങ്ങളെ ഇൻഫ്ലുവൻസർ അല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ കുടുംബശ്രീ സീരിയലിനകത്ത് കാണിക്കുന്ന അതിനേക്കാളും ഒക്കെ തൊട്ടിത്തരങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത്, അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇതൊക്കെയാണ് ലൈഫ്, ഇവരെയൊക്കെയാണ് ലോകങ്ങൾ. ഒരു വീഡിയോ എടുത്തിട്ട് ടിക്ടോക്കിനകത്തും അതിനകത്തും ഇൻസ്റ്റയിലും അതിനകത്തൊക്കെ ഇട്ടിട്ട് കുറച്ച് റീൽസും കുറച്ച് സോങ്സും കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ലൈഫ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ ഇതൊക്കെ മനസ്സിലാക്കുക. ഇതൊന്നുമല്ല, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യമാണ് സ്വർഗമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാം. നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, അപ്പം കാമുകിയോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവിനെ ആരെങ്കിലും കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഒരു സോങ്ങും കയറ്റിയിട്ട് അങ്ങ് ഇൻസ്റ്റയിൽ അങ്ങോട്ട് ഇട്ടാൽ മതി. നിങ്ങളൊരു ഇൻഫ്ലുവൻസറായി. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം. പിന്നെ നമുക്കൊക്കെ ഇതിലൊക്കെ ഒരു കോണ്ടന്റ് അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളൊക്കെ ഇവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മളൊക്കെ നോക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. നീതി കിട്ടേണ്ട ആൾക്കാർക്ക് നീതി മേടിച്ച് കൊടുക്കണം. ഇവർക്കൊന്നും നമ്മൾ നീതി മേടിച്ച് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അല്ലെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം. നിയമപരമായിട്ട് പോകാന്നുണ്ടെങ്കിൽ അതിന് നീതി മേടിച്ചു കൊടുക്കണം. വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ഇവിടെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് കരഞ്ഞിട്ടും അല്ലെങ്കിൽ കാല് പിടിച്ചിട്ടും അത് വല്ല കാര്യമുണ്ടോ?
ഇതിനകത്ത് രണ്ടിനെ ഞാൻ ആയിരിക്കത്തില്ല, രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ്. ഈ പറഞ്ഞിട്ടുള്ള മെഹനാസ് ആണെങ്കിൽ ഫുൾ ഓഫ് ഫ്രോഡാണ്. ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുള്ള ഈ കൊച്ചിനെ പറഞ്ഞാൽ മതി, ഇനിയും കാണും, ഇനിയും വെയിറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടല്ലേ ഈ സഫ എന്ന് പറഞ്ഞ പെൺകുട്ടി പറയുന്നത് ഇവൻ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഇവൻ കോൺടാക്ട് ഉണ്ട്, വിളിയുണ്ട്, മെസ്സേജ് ഉണ്ടെന്ന്. നിങ്ങളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടോ പിള്ളേരെ? നിങ്ങളെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയും വെയിറ്റിംഗ് ആണ്. ഒന്ന് പോയി കഴിഞ്ഞാൽ അടുത്തത് വന്ന് കയറാനെ കൊണ്ട് വെയിറ്റിംഗ്. അതിന് ഒരു കൊച്ചുണ്ടാക്കി 2 വയസ്സാകുമ്പോഴത്തേക്ക് അടുത്തത്. എന്തുവാണ് ഈ ലോകമൊക്കെ എവിടെയാണ് പോകുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ.